മുഖത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ നിങ്ങൾ ആരോടാണോ തേടിയത്, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥന നടത്തിയത്, നിങ്ങൾ ആരോടാണോ ദുആ നടത്തിയത്, ആ ആളുകൾ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജനപ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സംശയമില്ല. കാരണം ഈ ആയത്ത്, ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ നമുക്കിങ്ങനെ വായിക്കാം. ഇൻ തദഊഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്നാൽ വേറെ എന്തോ ഒരു കാര്യമല്ല. ദുആ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ത്? ഐ ഇൻ തദഊഹും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. ആരൊക്കെ? വയജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീന മിമ്മാ യഖിൽ, ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവർക്ക് മാത്രം ബാധകമല്ല, അത് ആഖിലിനും ബാധകമാണ്. കൽ മലായികത്തി, മലക്കുകളാകട്ടെ, വൽ ജിന്നി, ജിന്നുകളാകട്ടെ, വൽ അംബിയായി, നബിമാരാകട്ടെ, വശയാത്തീനി, പിശാചുക്കളാകട്ടെ. ഇങ്ങനെ ആരോട് തന്നെ ഈ ഒരു തേട്ടം നടത്തിയാലും ഈ ഒരു പ്രാർത്ഥന നടത്തിയാലും അത് ശിർക്കാണ് എന്ന് തന്നെയാണ് മുജാഹിദുകൾ ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞത്. ഇന്നും മുജാഹിദുകൾക്ക് അത് തന്നെയാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. കള്ളാണോ കുടിക്കുന്നത്, ചായയാണോ എന്ന് ഇൻഷാ അല്ലാഹ് ഈ സംവാദം തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇരിക്കട്ടെ, ഏതായാലും ഇപ്പോൾ പറഞ്ഞതെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ, ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മണിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടി നിന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാ ഇത് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയണം. ഇസ്ലാഹ് പത്രം വെറുതെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കള്ളും തിരിഞ്ഞിട്ടില്ല, ചായയും തിരിഞ്ഞിട്ടില്ല, എന്നുള്ളത് തിരിഞ്ഞിട്ടില്ല. അതാ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ മറുപടി പറ. നിങ്ങളെ പത്രല്ലേ, നിഷേധിക്ക്. അപ്പൊ ജബ്ബാർ മൗലവി പോയി. പിന്നാരാ പോയത് ഞാൻ വഴിക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. നിങ്ങളെ വേറെയും പുസ്തകം ഉണ്ട്. ജബ്ബാർ മൗലവി ഇതിനു വേണ്ടി മാത്രം എഴുതിയ പുസ്തകം. വിളിച്ചു ചോദിച്ചോക്കെ, അയാൾ ഉണ്ടാവുമല്ലോ അവിടെ തുറക്കല്. ഫോണിലായിക്കോട്ടെ, വാണി ജിന്നിന്റെ സഹായം തേടിക്കോ. അതുകൊണ്ട് യാ ഇബാദല്ലാഹി അഈനൂനി, വഴിയറിയാതെ വിജനമായ സ്ഥലത്ത് കുടുങ്ങിയ ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അതും ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം?
ഹനീഫ് മൗലവി, നിങ്ങളെ തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവിക്ക് ഇത് തിരിയാതെ പോയോ? മറുപടി പറയണം. അതന്നെ. അപ്പൊ ജബ്ബാർ മൗലവി ഇത്ര കാലം നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ മറന്നുപോയി. അയാളെയും പോലും നിങ്ങൾ മുശ്രിക്കാക്കി. അപ്പൊ ചോദ്യം വ്യക്തമാണ്. ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ഇസ്ലാഹ് പത്രം ശിർക്കിന്റെ പ്രചാരകനാണോ? മറുപടി ഞങ്ങൾ കാത്തിരിക്കുന്നു. യാ ഇബാദല്ലാഹി അഈനൂനി എന്നത് ശിർക്കാണ് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് കൂടി കൃത്യമായ മറുപടി പറയും. ഇവിടെ ഇപ്പൊ മൂപ്പര് കാര്യമായിട്ട് വന്നത് ഓരോരുത്തർ എവിടെ പോയി എന്ന് ചോദിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ കാന്തപുരത്തിന്റെ മരുവൻ അബ്ദുൽ ബാരി മുസ്ലിയാരും ഹസൻ സക്കാഫി ഇസ്മായിൽ സക്കാഫി എവിടെ പോയി എന്ന് ചോദിക്കും. ഇവിടെ ആള് അങ്ങോട്ട് പോയി എന്നുള്ള കണക്കെടുക്കാനല്ല, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ എഴുതി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി പഠിപ്പിച്ചു. ചുരുക്കത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന പണ്ഡിതന്മാരുടെ ഫത്വ കൂടി ആ വിഷയത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തു. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകില്ലേ? ഉണ്ടാകുമല്ലോ. തൗഹീദിന്റെ ആളുകളെ അല്ലാതെ നിങ്ങളെ പഴപ്പിക്കേണ്ട പണി ഇനി പിശാചിനില്ലല്ലോ. ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിർക്കിന്റെ കോട്ട കൊത്തളങ്ങളിൽ ഭക്ഷണം കഴിച്ച് താമസിക്കുന്ന നിങ്ങളെ ഇനി പിശാചിന് തൗഹീദിൽ പഴപ്പിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ടത് തൗഹീദ് അംഗീകരിക്കുന്നവരുടെ ഇടയിലാണ്. ആ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ കേരള ജമിയത്തുൽ ഉലമയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും കൃത്യമായ നിലപാട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് തേടുന്നത് പോലെ, അംബിയായിനോട് തേടുന്നത് പോലെ, മലായികത്തിനോട് തേടിയാലും ജിന്നിനോട് തേടിയാലും, അത് വിജന പ്രദേശത്തായാലും കടലിലായാലും കരയിലായാലും ഹൈവേയിലായാലും ചുരത്തിലായാലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോടല്ലാതെ തേടാൻ പാടില്ല. അതിനപ്പുറത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നോ മലക്കോ തങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടുന്നത് ശിർക്കാണ് എന്ന് ഇന്ന് പറഞ്ഞതല്ല, ഇപ്പോൾ പറഞ്ഞതല്ല. ഞങ്ങളത് പണ്ടും പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു എന്നത് നിങ്ങളോട് മറന്നുപോയി എന്ന് മാത്രം. അത് നിങ്ങളും എഴുതിയതാണ്. ഇതൊരു പുതിയ കണ്ടെത്തലോ ഒരു പുതിയ അഭിപ്രായമോ ഇപ്പോൾ സ്വീകരിച്ച നിലപാടോ അല്ല എന്ന് ഈ സെൻസിംഗ് എങ്കിലും ഒന്ന് മറിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടി. അത് ശരിയാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാദം ശിർക്കാണ്, ആ വാദം അബദ്ധമാണ്, അത് എഴുതിയത് തിരുത്തേണ്ടതാണ്, അത് മാറ്റേണ്ടതാണ്, അത് അംഗീകരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു മുജാഹിദിനും സംശയമില്ല. ഒരു മുജാഹിദിനും അത് അംഗീകരിക്കാത്ത പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ വേറെ ആരോടും തേടരുത് എന്നാണ്. അതോദിയ മുജാഹിദുകൾ എങ്ങനെ ജിന്നിനോട് തേടാമെന്ന് പറയും, എങ്ങനെ മലക്കിനോട് തേടാമെന്ന് പറയും? അത് പറയില്ല മുജാഹിദുകൾ. അതേപോലെ തന്നെ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദുക്കും ബിഅൽഫി മിനൽ മലായികതി മുർദിഫീൻ. ഇതാണ് ഖുർആൻ. അത് പറയുന്ന മുജാഹിദുകൾ ജിന്നിനോട് തേടില്ല. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല ഹനീഫ് മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചത് എന്താ?
ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനും കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനും കൂട്ടിയിട്ടായിരുന്നു നടത്തം. നിങ്ങളെ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. അൽഹംദുലില്ലാ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി കാണാനിരിക്കുന്നു. പഠിച്ചോളൂ ജനങ്ങളെ, മുജാഹിദിന്റെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു.